ദൈവനാമത്തിന് മൊത്തം ഉണ്ടാകട്ടെ. പല ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദേശത്തിന് നമുക്കിങ്ങനെ ആയിരിക്കാൻ തൊട്ടുകൊണ്ട് വലിയവളായ ദൈവം ഒരിക്കൽ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാം ദേശത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് നന്ദി അറിഞ്ഞൊരു ഹൃദയത്തോടെ അല്ലാതെ മനസ്സിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരുകയില്ല. അതിന് കാരണം നമുക്കറിയാം, ഒരിക്കലും സാധ്യമാകാതിരുന്ന ഒരു ഉപകാരം, ഒരിക്കലും സാധ്യമാകാതിരുന്ന ഒരു നന്മ നമുക്ക് ചെയ്തിരിക്കുകയാണ്. ആ നന്മയെ ഓർത്തുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, നന്ദിയോടെ ഞാൻ സ്തുതി പാടും. ആ പാട്ടുകാരൻ പിന്നെയും പാടുകയാണ്. താഴോട്ട് പാടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അർഹിക്കാത്ത നന്മകൾ നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നല്ല കർത്താവിനെയാണ് നാം പാടി സ്തുതിക്കുന്നത്. ആ നന്ദി ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടുക. നാം കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമുക്കറിയാം, നാം ഒരു പ്രത്യേകമായ പ്രതികൂലം നിറഞ്ഞ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇതെല്ലാം മാറുന്ന ഒരു ദിവസം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രയാസമില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുഷ്ടതയൊന്നുമില്ലാത്ത, പാപമില്ലാത്ത, കണ്ണീരില്ലാത്ത, രോഗമില്ലാത്ത നല്ലൊരു നാട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് വേഗം വരുവാൻ പോവുകയാണ്. അവൻ വരുമ്പോൾ താൻ ഇരിക്കുന്നിടത്ത് നമ്മളെയും തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് താൻ വാഗ്ദത്തം ചെയ്ത പോലെ നാം കർത്താവിൻ്റെ അടുക്കൽ ചേരുവാനായിട്ടുള്ള സമയം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ആ അർത്ഥം വരുന്നൊരു ഗാനം നമുക്ക് ചേർന്ന് പാടാം. കർത്താവ് വാനിൽ വന്നിടാറായി.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വൈകുന്നേരവും ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഇന്നും ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനായിട്ടുള്ള സാവകാശം വലിയവനായ കർത്താവ് കരുണ തോന്നി നമുക്ക് നൽകിയതോർത്ത് വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യാം. നാം ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആത്മീയ നന്മയ്ക്ക് മുഖാന്തരമാക്കി കർത്താവ് തീർക്കട്ടെ. ഈ കൂടിവരവ് മുഖാന്തരം, ഈ കൂട്ടായ്മ മുഖാന്തരം കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് അല്പസമയം വീണ്ടും ദൈവസന്നിധിയിൽ ഇരിക്കാം. ഇന്നത്തെ നമ്മുടെ ജ്ഞാനത്തിനായിട്ട് പ്രാരംഭമായിട്ട് ഒരു വാക്യം ഹോശേയ പ്രവചനത്തിൽ നിന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഹോശേയ ചാപ്റ്റർ 6 വേഴ്സ് 1. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. വരുവിൻ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസങ്ങളായിട്ട് ധ്യാനിക്കുകയുണ്ടായി. ഹോശേയ പ്രവചനത്തിന്റെ 1, 2, 3 അധ്യായങ്ങൾ ഈ പുസ്തകത്തിന്റെ ഒരു മുഖവര എന്നോണം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം തന്റെ ദാസനായ ഹോശേയയെ ഇസ്രയേൽ രാഷ്ട്രത്തിലേക്ക് തന്റെ സന്ദേശവുമായിട്ട് അയക്കുകയാണ്. എന്നാൽ ഒരു പ്രത്യേക അനുഭവമാണ് ഹോശേയയ്ക്ക് ഉണ്ടായത് എന്ന് 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരസംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാനായിട്ടും പരസംഗത്തിൽ ജനിച്ച മക്കളെ എടുക്കുവാനായിട്ടും ഹോശേയോട് ദൈവം പറയുന്നു. അങ്ങനെ 3-ാം അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്നത് വീണ്ടും ഈ ഹോശേയെ വിട്ട് മറ്റു ജാരന്മാരെ അന്വേഷിച്ചു പോയ സ്ത്രീയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവിനെയും ആ സ്ത്രീയെ വീണ്ടും വില കൊടുത്ത് വാങ്ങി സ്വന്തമാക്കുന്ന വിശാല ഹൃദയനായ സ്നേഹമുള്ള ഒരു ഭർത്താവിനെയുമാണ് ഹോശേയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 4-ാം അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ ഇത് ഹോശേയും ഗോമറും എന്നുള്ള ഒരു ചിത്രമല്ല നമുക്ക് 4 മുതലുള്ള അധ്യായങ്ങളിൽ കിട്ടുന്നത്. ഹോശേയ ഗോമർ എന്നുള്ള ചിത്രം 3-ാം അധ്യായം കൊണ്ട് അവസാനിക്കുകയാണ്. 4-ാം അധ്യായത്തിൽ ദൈവവും ഇസ്രയേലും എന്നുള്ള ചിത്രത്തിലേക്കാണ്, അല്ലെങ്കിൽ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. അപ്പോൾ ഹോശേയോട് ദൈവം ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് നാം കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുകയുണ്ടായി. ദൈവത്തിന്റെ ജനം ദൈവത്തെ വിട്ട് പോകുന്നത്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പരസംഗത്തിന് തുല്യമാണെന്ന് ദൈവം പറയുകയും അങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിച്ച് പരസംഗം ചെയ്യുന്ന ജനത്തോടുള്ള ദൈവത്തിന്റെ ഹൃദയം പൊട്ടിയ വാക്കുകളുമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ ജനത്തോട് ദൈവം ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. ആ ഒരു ധ്വനി ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. വിട്ടുകളയുവാനായിട്ട് ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തിന് ജനത്തെ ശിക്ഷിക്കുവാൻ ഇഷ്ടമില്ല. ദൈവം ശിക്ഷിക്കുന്നു, എന്നാൽ ഇഷ്ടപ്പെട്ടിട്ട് ശിക്ഷിക്കുകയല്ല. ദൈവത്തിന് ശിക്ഷിക്കാൻ ഇഷ്ടമില്ല. ദൈവത്തിന് ക്ഷമിക്കാനും സ്നേഹിക്കാനുമാണ് ഇഷ്ടമുള്ളത്. എന്നാൽ ദൈവത്തിന് ശിക്ഷിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള പല സന്ദർഭങ്ങൾ, പല വാക്കുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ 4 മുതലുള്ള അധ്യായങ്ങളിലാണ് ദൈവവും ഇസ്രയേലും എന്നുള്ള ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. ഇസ്രയേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയവുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. ഇത് ഒരു വ്യവഹാരമാണ്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഇതൊരു കേസാണ്. ഇത് ഒരു കോടതി ഭാഷയാണ്. ദൈവം ഇസ്രയേലിനെ കോടതിയിലേക്ക് വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഇസ്രയേലിനെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് ദൈവം ഇസ്രയേലിനെതിരായിട്ട് അവരുടെ കുറ്റങ്ങൾ ആരോപിക്കുകയാണ്. ദൈവം ഒരു വാദിയായിട്ടും ഇസ്രയേൽ പ്രതിയായിട്ടും ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു കോടതി ചിത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓരോന്നായിട്ട് ഇസ്രയേലിന്റെ തെറ്റിനെ, കുറ്റത്തെ ദൈവം നിരത്തിവെക്കുകയാണ്. കുറ്റപത്രം നിരത്തിവെക്കുകയാണ്, കുറ്റം വായിക്കുകയാണ്. എന്നിട്ട്
ഈ ദേശത്ത് സംഭവിച്ചിരിക്കുന്ന പരാജയങ്ങൾ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദേശം, യഹോവയുടെ ദേശം, ഇമ്മാനുവേലിന്റെ ദേശം എന്നൊക്കെ നാം വായിക്കുന്ന ആ ദേശത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ദേശത്ത് സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനമില്ല. പിന്നെ ആ ദേശത്ത് നടക്കുന്ന വഷളത്വത്തെ കുറിച്ചുള്ള ഒരു ലിസ്റ്റും നമുക്ക് 2-ാം വാക്യത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. ഈ അധ്യായം നാം താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ദേശം ആയിത്തീരുവാൻ, ഇപ്പോൾ ഇങ്ങനെ ആയിത്തീരുവാനുള്ള സ്ഥിതി എന്താണ്? എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നു? എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ? പ്രധാനമായിട്ടും 2 കാരണങ്ങൾ ഞാൻ ഈ 4-ാം അധ്യായത്തിൽ നിന്നും ഒന്ന് ചൂണ്ടിക്കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാരണം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ തന്നെയുണ്ട്. എങ്കിലും ആരും വാദിക്കരുത്, ആരും ശാസിക്കുകയും അരുത്, നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവനെ പോലെ ഇരിക്കുന്നു. ദൈവജനത്തിന്റെ ഈ അധപ്പതനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 4-ാം വാക്യത്തിലൂടെ നമുക്ക് ഒരു സൂചന ലഭിക്കുന്നു. മനസ്സിലാക്കുവാൻ ഇങ്ങനെയാ സാധിക്കുന്നത്. അതായത് ദൈവജനത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് ശാഠ്യമുള്ള നിലപാട്, മത്സരിക്കുന്ന ഒരു നിലപാട്. ദൈവജനത്തിന്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത് ആരും വാദിക്കരുത്. ഇത് വാസ്തവത്തിൽ ദൈവം തന്നെ പറയുന്നതാണ്. എന്നാൽ ആ ജനത്തിന്റെ സ്ഥിതി ഇപ്പോൾ അങ്ങനെ ആയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജനത്തെ തിരുത്തുവാനും ശാസിക്കുവാനും ഉള്ള അനുവാദം ആർക്കുമില്ല. ഞങ്ങളെ ആരും ശാസിക്കണ്ട, ഞങ്ങളെ ആരും തിരുത്തണ്ട, ഞങ്ങളോട് ആരും ഒന്നും പറയണ്ട, ഞങ്ങളുടെ കുറ്റം ബോധ്യപ്പെടുത്താൻ നിനക്കെന്താ അധികാരം? നീ ആരാണ് എന്റെ കുറ്റം ബോധ്യപ്പെടുത്താൻ? എന്നോട് ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ നീ ആരാണ്? നമുക്കറിയാം, ഇതെല്ലാ കാലങ്ങളിലും ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള ഒരു പ്രശ്നമാണ്. തിരുത്തപ്പെടാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ എന്നെ തിരുത്താൻ ആർക്കും അനുവാദമില്ല. ആ ഒരു സ്ഥിതി ഇസ്രായേലിലുണ്ടായി. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം 12-ാം അധ്യായത്തിന്റെ ഒരു വാക്യം കൂടെ ഞാൻ ഇതോടുള്ള ബന്ധത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 12-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കുക. എന്നാൽ എഫ്രയീം, ഞാൻ സമ്പന്നനായി തീർന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു, എന്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു. ഇങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ പിന്നെ എങ്ങനെ തിരുത്തപ്പെടാൻ മനസ്സുണ്ടാകും? എന്നെ ആരും തിരുത്തണ്ട. കാരണം എന്നാ? എന്നിൽ പാപമൊന്നുമില്ല, ഞാൻ ക്ലീൻ ആണ്, ഞാൻ ക്ലിയർ ആണ്, ഞാൻ പെർഫെക്റ്റ് ആണ്. എന്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ എഫ്രയീം പറയുന്നു. നാം കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുകയുണ്ടായി. എഫ്രയീം എന്ന് പറയുന്നത് ഇവിടെ വടക്കേ രാജ്യമായ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് പറയുന്ന വാക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, ഇങ്ങനെ ഒരു മാനസികമായ അവസ്ഥയിലാണ് ഇസ്രായേൽ ഇപ്പോൾ ആയിരിക്കുന്നത്. നാം ലവോദിക്ക സഭയോടുള്ള ബന്ധത്തിലും ഏകദേശം ഇതിനോട് തുല്യമായ വാക്കുകളാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നിൽ പാപം ഇല്ല, അതുകൊണ്ട് എന്നെ തിരുത്തണ്ട, ഞാൻ തെറ്റുകാരനല്ല. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ആളുകൾ പറയുന്നത്? ഈ നാളുകളിൽ വളരെയധികം കേൾക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ സഭകളിലൊക്കെ പലപ്പോഴും കേൾക്കാൻ സാധിക്കുന്ന വാക്കുകളാണ്, എന്നിൽ കുറ്റമില്ല, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ ക്ഷമ ചോദിക്കുകയില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ദേശം ഇങ്ങനെയായി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 2 കാരണങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അതിലൊന്ന്, തിരുത്തപ്പെടാൻ മനസ്സില്ലാത്ത ജനം, ശാഠ്യവും മത്സരവുമുള്ള ജനം. ആർക്കും ആരെയും ശാസിക്കാൻ അനുവാദമില്ല. ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അല്ലായിരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയല്ലായിരുന്നു. ശാസിക്കാൻ ദൈവസഭയിൽ മൂപ്പന്മാർക്ക് ധാർമ്മികമായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് നമുക്കറിയാം. ഒരു 30-40 വർഷങ്ങളുടെ പുറയിലേക്ക് നാം പോയാൽ സഭയിൽ അച്ചടക്കത്തിന് നേതൃത്വം കൊടുക്കാൻ കെൽപ്പുള്ള ധാർമ്മിക ആത്മിക കെൽപ്പുള്ള നേതൃത്വം, മൂപ്പന്മാർ ശണ്ടയിടാത്തവരായിരിക്കണമെന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ മൂപ്പന്മാർ ശാസിക്കുന്നവരായിരിക്കണം, ശാസിക്കാത്തവരായിരിക്കാൻ പാടില്ല, തെറ്റ് തിരുത്തുന്നവരായിരിക്കണം. ആ സ്ഥിതിക്ക് എത്രയോ മാറ്റം വന്നിരിക്കുന്നു. അതുകൊണ്ട് സംഭവിച്ചത് എന്താ? തെറ്റ് തിരുത്താൻ ആളില്ലെങ്കിൽ പിന്നെ സ്വച്ഛന്തം ജീവിക്കാം, ഇഷ്ടം പോലെ ജീവിക്കാം. കാരണം തെറ്റ് തിരുത്തുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. ദൈവസഭയിൽ ദൈവം വച്ചിരിക്കുന്ന
പല സംവിധാനങ്ങളിൽ ഒന്നാണ് തെറ്റ് തിരുത്തുക എന്നുള്ളത്. തെറ്റ് ഒരാൾ തിരുത്തുമ്പോൾ തെറ്റ് ചെയ്യുന്ന ആൾക്ക് ഒന്ന് നിന്ന് ചിന്തിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അവൻ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും കുറഞ്ഞ പക്ഷം ഒന്ന് സ്ലോ ഡൗൺ ആകാനായിട്ട് സാധിക്കും. നമ്മൾ ഈ നല്ല ഹൈ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വലിയ സ്പീഡ് ബ്രേക്കുകൾ കാണാനായിട്ട് സാധിക്കും. ആ സ്പീഡ് ബ്രേക്കുകൾ വരുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ചെയ്യുന്നു, പതിയെ വണ്ടി എടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവജനം തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശാസിക്കാനും അവരെ തിരുത്താനും ആളുകൾ ഉള്ളത് പാപത്തിന്റെ സ്പീഡ് കുറയ്ക്കുവാൻ ഇടയാക്കുന്നു. എന്നാൽ ആ ശാസനയെ, തെറ്റുതിരുത്തലിനെ ഒരാൾ നിരസിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ സ്പീഡ് ബ്രേക്കർ ഇല്ല. പിന്നെ അനായാസം പാപത്തിൽ യാതൊരു റെസ്ട്രിക്ഷനും യാതൊരു ഹിൻഡ്രൻസും ഇല്ലാതെ അവർ തുടരുകയാണ്. ഒന്നാമത്തെ പ്രശ്നം, നോബഡി ഷുഡ് കറക്റ്റ് മീ. അൺവില്ലിംഗ്നെസ് ടു ബി കറക്റ്റഡ്. അത് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. സഹോദരിമാരെ, നമ്മുടെ സഭകളിൽ ഇന്നും തിരുത്തുവാൻ ആളുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. തിരുത്തുവാൻ പ്രാപ്തിയുള്ളവർ നമ്മുടെ സഭകളിൽ ഉള്ളത് വലിയ അനുഗ്രഹമാണ്. തിരുത്തുവാൻ പ്രാപ്തിയുള്ള, കെൽപ്പുള്ള, ആത്മിക നേതൃത്വം ഉള്ള സഭകളിൽ ഉൾപ്പെട്ടു നിൽക്കാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന പോലെ, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയാ, എന്റെ ശിരസ് അതിനെ വിലക്കാതിരിക്കട്ടെ. അതൊരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെയുള്ള സഭാ നേതൃത്വം ഉള്ള സഭകളിൽ ഉൾപ്പെട്ട് നിൽക്കുവാനായിട്ട് ഇടയാകുന്നവർ നിശ്ചയമായിട്ടും അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മെ ശാസിച്ചത് കൊണ്ടാണ് പലരും നമ്മെ ഇതിനു മുമ്പ് ശാസിച്ചത് കൊണ്ടും തിരുത്തിയത് കൊണ്ടുമാണ് നാമൊക്കെ ഈ നിലവിലായിരിക്കുന്നത്. നാമൊക്കെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മാതാപിതാക്കൾ ആ ശുശ്രൂഷ ചെയ്തു. നാം വളർന്ന് സ്കൂളിൽ പോയ സമയത്ത് സ്കൂളിലെ അധ്യാപകന്മാർ ആ ശുശ്രൂഷ ചെയ്തു, അല്ലെങ്കിൽ ആ ജോലി ഉത്തരവാദിത്വം ചെയ്തു. നാം സഭകളിൽ വന്നപ്പോൾ സഭകളിലെ നേതൃത്വം ആ കാര്യം, ശുശ്രൂഷകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് നാം ഈ നിലയിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആർക്കും ആരെയും തിരുത്തുവാൻ അധികാരമില്ല, തിരുത്തപ്പെടാൻ ഇഷ്ടമില്ല. അത് ഒന്നാമത്തെ പ്രശ്നമാണ്. ഇന്നത്തെ, അല്ലെങ്കിൽ നാം ഹോശേയയുടെ പുസ്തകത്തിൽ വായിക്കുന്ന അപ്പോഴത്തെ ആ കാലഘട്ടത്തിലെ ദൈവജനത്തിന്റെ ആത്മിക ധാർമ്മിക അധപ്പതനത്തിന്റെ ഒന്നാമത്തെ കാരണമായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ തുടർന്ന് ഹോശേയ മുഖാന്തരം ദൈവം പറയുന്ന മറ്റൊരു കാരണം അതിന്റെ 6, 7, 8 വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ ആ വാക്യങ്ങളിൽ കൂടെ ഒന്ന് വായിക്കാം. ഹോശേയ 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഹോശേയ ചാപ്റ്റർ 4 വേഴ്സസ് 6 to 8. പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. അവർ പെരുകുന്തോറും എന്നോട് ഏറെ പാപം ചെയ്തു. ഞാൻ അവരുടെ മഹത്വത്തെ ലജ്ജയായി മാറ്റും. അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. 9-ാം വാക്യം. ആകയാൽ ജനത്തിനും പുരോഹിതനും ഒരുപോലെ ഭവിക്കും. അതായത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ലൈക്ക് പീപ്പിൾ ലൈക്ക് പ്രീസ്റ്റ്, അല്ലെങ്കിൽ യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ അങ്ങനൊരു പഴഞ്ചൊല്ല് നാം വായിക്കുന്നുണ്ട്. യഥാ മാതാ തഥാ പുത്രി, മാതാവിനെ പോലെ തന്നെ മകൾ. ഇവിടെ അതേ പഴഞ്ചൊല്ല, മലയാളത്തിൽ അതത്ര വ്യക്തമായിട്ട് വന്നിട്ടില്ലെങ്കിലും പഴഞ്ചൊല്ലതാണ് ലൈക്ക് പീപ്പിൾ ലൈക്ക് പ്രീസ്റ്റ്. മക്കൾ, ജനം എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ പുരോഹിതന്മാർ, അല്ലെങ്കിൽ പുരോഹിതന്മാർ എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെ ജനങ്ങൾ. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പുരോഹിതന്മാരും ജനങ്ങളും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പാണ്. there was a compromise, settlement, understanding between the priest and the people. അണ്ടർസ്റ്റാൻഡിങ് എന്താ? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കത്തില്ല, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന പാപത്തെ കുറിച്ച് ഞാനൊന്നും പറയത്തില്ല, എന്റെ തെറ്റിനെ കുറിച്ച് നിങ്ങളും ഒന്നും പറയരുത്. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം. ആ ഒരു നിലവാരത്തിൽ ദൈവജനം എത്തി. അതാ ഇവിടെ ഈ പ്രവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പരിജ്ഞാനം ത്യജിക്കുന്ന പുരോഹിതനും. പരിജ്ഞാനം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? 6-ാം വാക്യത്തിൽ പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെ ത്യജിക്കും. ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് സത്യം അംഗീകരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. പ്രവാചകന്മാരെ ദൈവം കൂടെ യഹൂദദേശത്തും അതിന്റെ ഫലമായിട്ട് ഇസ്രായേലിലും ദൈവശബ്ദം തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. ഇപ്പം പുരോഹിതന്മാർ, ആത്മീയ നേതൃത്വം
സത്യം ഉൾക്കൊണ്ടാൽ എന്ത് സംഭവിക്കും? സത്യം ഉൾക്കൊണ്ടാൽ അവർക്ക് സമ്മതിക്കേണ്ടി വരും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്, ഇവിടെയല്ല നാം ആരാധിക്കേണ്ടത്, ബഥേലിലും ദാനിലും അല്ല ആരാധിക്കേണ്ടത്, കാളക്കുട്ടിയെ അല്ല ആരാധിക്കേണ്ടത്, ആരാധിക്കാൻ യെരൂശലേമിൽ തന്നെ പോകണം എന്ന് പുരോഹിതന്മാർ പറയേണ്ടി വരും. പക്ഷെ അവർക്കത് പറയാൻ സാധ്യമല്ല. പറഞ്ഞാൽ വരുമാനം നിന്നു പോകും, പറഞ്ഞാൽ അവരുടെ ഉപജീവനം മുട്ടും. അതുകൊണ്ട് അവരത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരങ്ങനെ പറയണമെന്ന് രാജാവും ആഗ്രഹിക്കുന്നില്ല. കാരണം രാജാവ് ഇവരെ ആക്കി വെച്ചിരിക്കുന്നത്, രാജാവ് പേടിച്ചിട്ട് ഇവരെ ആക്കി വെച്ചത്. നിങ്ങൾ ഈ ജനത്തെ പിടിച്ചിവിടെ തന്നെ നിർത്തണം, ഇവരാരും യെരൂശലേമിലേക്ക് പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. അതുകൊണ്ട് ഈ പുരോഹിതന്മാർ എന്ത് ചെയ്യും? പുരോഹിതന്മാർ പരമാവധി ശ്രമിക്കും. എന്ത് ശ്രമിക്കും? ഈ ജനം ഇവിടെ തന്നെ നിൽക്കണം, ഇവരാരും യെരൂശലേമിലേക്ക് പോകാൻ ഇടയാകരുത്. അതുകൊണ്ട് പുരോഹിതന്മാരും ജനവും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തി, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. അതാ നാം വായിച്ചത്. എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. പുരോഹിതന്മാർക്ക് ലഭിക്കുന്ന ഉപജീവനം ആരാ കൊടുക്കുന്നത്? പാപത്തിൽ ജീവിക്കുന്ന ഈ ജനത്തിന്റെ ദാനം കൊണ്ടാണ് പുരോഹിതന്മാർ ഉപജീവനം കഴിക്കുന്നത്. പാപത്തിന്റെ കൂലിയാണ് അവർ ഭക്ഷിക്കുന്നത്. ഉപജീവനം കാണുമ്പോൾ പാപത്തെ കണ്ണടച്ച് ഇല്ലാതാക്കി കളയുന്ന ഒരു ആത്മിക നേതൃത്വത്തിന്റെ അധപ്പതനത്തിന്റെ ചിത്രമാണ് നാം കാണുന്നത്. ദേശം എങ്ങനെയാകാൻ കാരണം എന്താ? ദേശത്ത് ദൈവപരിജ്ഞാനം ഇല്ലാത്തത് എന്തുകൊണ്ടാ? ദേശത്ത് വ്യഭിചാരവും പിന്നെ വീട് മുറിക്കലും രക്തവാദവും മോഷണവും ഒക്കെ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാ? കാരണം പുരോഹിതന്റെ ജോലി ആ തെറ്റ് തിരുത്തുക എന്നുള്ളത്. എന്നാൽ അത് ചെയ്യുന്നില്ല. അത് ചെയ്യാതെ ജനത്തിന്റെ പാപത്തോട് ഒത്തുചേർന്ന് ഒരു വിധത്തിൽ പറഞ്ഞാൽ ജനത്തെ പാപം ചെയ്യാനായിട്ട് അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ. കാരണം രാജാവിന്റെ കൽപ്പനയാ, ജനം യെരൂശലേമിൽ പോകാൻ പാടില്ല, അവർ ഇവിടെ തന്നെ നിൽക്കണം. എന്തൊരു കഷ്ടമായ ഒരു സ്ഥിതിയായിരുന്നു. നാം 7-ാം വാക്യത്തിൽ വായിച്ചു, അവർ പെരുകുന്തോറും എന്നോട് ഏറെ പാപം ചെയ്തു. പെരുകുന്തോറും എന്ന് പറയുന്നത് എണ്ണത്തിലുള്ള ഒരു പെരുമയല്ല നാം മനസ്സിലാക്കുന്നത്. നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ ആ കാലഘട്ടത്തിൽ സമൃദ്ധിയുടെ ഒരു പാതയിൽ തന്നെയായിരുന്നു. യൊരോബെയാം രണ്ടാമന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 41 വർഷക്കാലം അദ്ദേഹത്തിന്റെ രാജഭരണത്തെ കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ച ഓർക്കുകയുണ്ടായി. ആ രാജഭരണം അനേക നഷ്ടപ്പെട്ടു പോയ പട്ടണങ്ങൾ, സ്ഥലങ്ങൾ തിരിച്ചു കിട്ടുന്ന സമയമായിരുന്നു. അതുപോലെ സമൃദ്ധിയുടെ സമയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ജനത്തിന് സമൃദ്ധി ഉണ്ടായപ്പോൾ നിശ്ചയമായിട്ടും പുരോഹിതന്മാർക്ക് അതിന്റെ ഗുണമുണ്ടാകും. ജനങ്ങളുടെ കയ്യിൽ പണം വരുമ്പോൾ പുരോഹിതന്മാരുടെയും കയ്യിൽ പണം വരും. അതുകൊണ്ട് പുരോഹിതന്മാരുടെ കയ്യിൽ പണം വരുന്നതനുസരിച്ച് അവരുടെ പാപം വർദ്ധിച്ചു. പണം കയ്യിൽ വരുന്നതനുസരിച്ച് പാപത്തെ അവർ കണ്ണടച്ചില്ലാതാക്കി കളഞ്ഞു. ദൈവം പറയുക, ഈ ദേശം ഇങ്ങനെയാകാൻ കാരണം ഈ ആത്മിക നേതൃത്വമാ. അധപ്പതിച്ച ആത്മിക നേതൃത്വം, കണ്ണടച്ച് കളയുന്ന ആത്മിക നേതൃത്വം, പണത്തിനു വേണ്ടി ജനത്തിന്റെ പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആത്മിക നേതൃത്വം, ധാർമ്മികത നഷ്ടപ്പെട്ട, ആത്മിക അധികാരം നഷ്ടപ്പെട്ട ആത്മിക നേതൃത്വം. സഹോദരന്മാരെ, ഇത് ഹോശേയുടെ കാലഘട്ടത്തിന്റെ കാര്യം മാത്രമാണോ? ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ സഭകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എത്രയോ ദുഃഖകരമാണ്. നാം ദുഃഖിക്കണ്ടേ? മറുതലിക്കുന്ന, മത്സരിക്കുന്ന സഭാവിശ്വാസികൾ, എന്നെ തിരുത്താൻ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞ് തട്ടിക്കയറുന്ന, ആത്മിക നേതൃത്വത്തോട് തട്ടിക്കയറുന്ന സഭാവിശ്വാസികൾ, എന്നെ തിരുത്താൻ നീ ആരാ? അതൊരു പരാജയം. മറുവശത്ത് ജനത്തെ തിരുത്തുവാനായിട്ട് യോഗ്യതയില്ലാത്ത ആത്മിക നേതൃത്വം, ജനത്തോട് ചേർന്ന് പാപത്തിൽ ഒത്തുചേർന്ന ആത്മിക നേതൃത്വം. മറ്റു പല കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പ്രധാനമായിട്ടും ഈ 4-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന 2 വിഷയങ്ങളാണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിച്ചത്. അതിന് താഴേക്ക് നാം വായിക്കുമ്പോൾ അതിന്റെ 15-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേലെ, നീ പരസംഗം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ. നമുക്കറിയാം, ഇസ്രായേലും യഹൂദയും എന്ന് പറയുന്നത് അയൽ രാജ്യങ്ങളാണ്. ഇപ്പോൾ അവർ അയൽ രാജ്യങ്ങളാണ്. ഇസ്രായേൽ വടക്കും യഹൂദ തെക്കും, അങ്ങനെ 2 അയൽ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തൊട്ടുകിടക്കുന്ന രാജ്യങ്ങൾ. ദൈവം പറയുക, ഇസ്രായേലെ, നീ പരസംഗം ചെയ്താലും
യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ ഉള്ളത് കൊണ്ടാണ്. എന്താ സാധ്യത? തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് ഈ അടുത്ത് കിടക്കുന്ന രാജ്യമായ അല്ലെങ്കിൽ വടക്കേ രാജ്യമായ ഇസ്രായേലിൽ നടക്കുന്ന മ്ലേച്ഛത കണ്ട് അതിനെ അനുകരിക്കാനുള്ള സകല സാധ്യതകളും യഹൂദയ്ക്കുണ്ട്. ദൈവം അതുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ അയൽവാസിയായ ഇസ്രായേൽ ചെയ്യുന്ന മ്ലേച്ഛത നിങ്ങൾ അനുകരിക്കരുത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. നാം രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രത്യേകിച്ച് 2 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ അവിടെ ചരിത്രം പറയുന്നത്, ഈ യഹൂദ ഇസ്രായേൽ മക്കളുടെ വഴിവിട്ട ജീവിതം അവർ അനുകരിച്ചു, അവർ വിഗ്രഹാരാധന അനുകരിച്ചു, അവർ മ്ലേച്ഛത അനുകരിച്ചു, അവർ ഇസ്രായേലിന്റെ അതേ പാത പിന്തുടർന്നു. അങ്ങനെ അവർക്ക് അതിനുള്ള ശിക്ഷാവിധി തീർച്ചയായിട്ടും ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ ദൈവം മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, അവർ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ അനുകരിക്കരുത്. കാരണം നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചം ലഭിച്ചവരാ. യെരൂശലേം നിങ്ങളുടെ അടുക്കല, ദൈവാലയം നിങ്ങളുടെ അടുത്താ ഉള്ളത്, പുരോഹിതന്മാർ അവിടെയാ ഉള്ളത്, സത്യമായ ആരാധന നടക്കുന്ന യെരൂശലേമിലാ, യഹൂദിയിലാ. അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. ഇതിനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാ. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് നാം കഴിഞ്ഞ ആഴ്ച ഓർത്തതുപോലെ സമൃദ്ധിയുടെ സമയത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് സമൃദ്ധിയുണ്ട്. മാത്രമല്ല മജോറിറ്റി അവരാ. 10 ഗോത്രങ്ങളാ അവർ. ഇവർ 2 ഗോത്രങ്ങളേ ഉള്ളൂ. ഇവർ മൈനോറിറ്റിയാ. തീർച്ചയായിട്ടും മജോറിറ്റിയെ നോക്കി അനുകരിക്കുന്ന ഒരു പ്രവണത എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. ബഹുജനത്തെ നോക്കി ദോഷം അനുകരിക്കരുതെന്ന് നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അങ്ങനെ ഒരു പ്രവണത എല്ലാ കാലത്തുമുണ്ട്. മജോറിറ്റി എന്താ ചെയ്യുന്നത് തന്നെ മജോറിറ്റി മാത്രമല്ല, അവരാ ഇപ്പോൾ പണമുള്ളവർ. അവർക്ക് പണമുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, അവർക്ക് സമൃദ്ധിയുണ്ട്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടൊരു ആകർഷണം, ഒരു അട്രാക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം പറയുക, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചതെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. പിന്നീട് 5-ാം അധ്യായത്തിലേക്ക് കടന്നപ്പോൾ ഞാൻ 1-2 ഈ 6-ാം നാം വായിച്ച വേദഭാഗത്തിന്റെ പശ്ചാത്തലം എന്നവണ്ണം 1-2 കാര്യങ്ങൾ പറയാനായിട്ടാണ് ആഗ്രഹിച്ചത്. 5-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അതിന്റെ 4-ാം വാക്യത്തിൽ അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല, പരസംഗ മോഹം അവരുടെ ഉള്ളിലുണ്ട്, അവർ യഹോവയെ അറിയുന്നതുമില്ല. ഈ വാക്യത്തിന്റെ ആശയം ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഇവരിത് വർഷങ്ങളായിട്ട് യൊരോബെയാം 1-ാമന്റെ കാലം മുതൽ ആരംഭിച്ചതായത് ഈ വിഗ്രഹാരാധന, ഈ നിലയിലുള്ള വിഗ്രഹാരാധന ആരംഭിച്ചത് യൊരോബെയാം 1-ാമന്റെ കാലത്താണ്. എന്നിട്ട് ഇതിങ്ങനെ വർഷങ്ങളായി തലമുറയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാപമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, നാം ഒരു പാപം തലമുറയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ സംഭവിക്കുന്നത് എന്താ? ഒരേ പാപം തന്നെ നാം വളരെ നാളുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ സംഭവിക്കുന്നത്, പിന്നെ ആ പാപത്തിൽ നാം ശീലിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ പാപങ്ങളുടെ പട്ടികയിൽ നിന്ന് ആ പാപത്തെ നാം ഒഴിവാക്കി കളയും. പിന്നീട് അതൊരു പാപമേ അല്ല, പാപമാണെന്ന് തോന്നുന്നില്ല. എങ്ങനെ തോന്നും? വർഷങ്ങളായിട്ട് എന്റെ വല്യപ്പനും അവരുടെ വല്യപ്പന്മാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പാപമായിട്ട് എങ്ങനെ തോന്നും? ഞാൻ ജനിച്ചപ്പോൾ തന്നെ അതിനകത്തോട്ടാ ജനിച്ചു വീണത്. ഇപ്പൊ ഈ വിഗ്രഹാരാധനയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നാം ഈ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പ്രത്യേകിച്ച് 2-ാമത്തെ കൽപ്പന നാം വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, വിഗ്രഹം ഉണ്ടാക്കരുത്, രൂപം ഉണ്ടാക്കരുത്, അതിന് നമസ്കരിക്കരുത്. എന്നിട്ട് ദൈവം പറഞ്ഞു, എന്നെ വെറുക്കുന്നവരിൽ അവന്റെ പല തലമുറകളിൽ ഞാൻ അകൃത്യം സന്ദർശിക്കും എന്ന് ദൈവം പറയുന്നുണ്ട്. നമുക്ക് അത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ഒരല്പം ബുദ്ധിമുട്ട് തോന്നും. ഇപ്പൊ അപ്പൻ വിഗ്രഹാരാധന ചെയ്താൽ 2-ാമത്തെയും 3-ാമത്തെയും തലമുറയൊക്കെ എന്തിനാ അനുഭവിക്കുന്നത്? അത് അന്യായമല്ലെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവിടുത്തെ ആശയം അതല്ല. അവിടുത്തെ ആശയം, അപ്പൻ വിഗ്രഹാരാധന ചെയ്താൽ സ്വാഭാവികമായിട്ടും മകൻ കണ്ണുമടച്ച് ഒന്നും ചോദിക്കാതെ അത് അനുകരിക്കുന്ന പ്രവണതയാ ലോകത്ത് എല്ലായിടത്തും ഉള്ളത്. അതെല്ലാ മതങ്ങളിലും അങ്ങനെയാ. ഇന്ന് വിഗ്രഹാരാധന നടത്തുന്നവർ അവരെന്തുകൊണ്ട് അവർ നടത്തുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു വലിയ ഉത്സവത്തിന്റെ സമയമാണ്. ഒരു 10 ദിവസം ഒരു വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിട്ട് 10 ദിവസം കഴിയുമ്പോൾ സമുദ്രത്തിൽ കൊണ്ട് വിഗ്രഹത്തെ തള്ളിക്കളയുന്ന ഒരു ഉത്സവമാണ്. എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അറിയില്ല. അതിന്റെ കാരണം അറിയത്തില്ല, അതിന്റെ അർത്ഥവും അറിയത്തില്ല. പക്ഷെ
പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ഇസ്രായേൽ മക്കൾ ജനിച്ചു വീണതെല്ലാം ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലായതുകൊണ്ട് ഇതാരും ചെക്ക് ചെയ്യുന്നില്ല. ഇതിന്റെ അർത്ഥം എന്താ, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ, ഇത് ആരാ തുടങ്ങിയത്, ഇതിന് വല്ല ആധികാരികതയുമുണ്ടോ, ഇതൊന്നും ആരും പരിശോധിക്കുന്നില്ല. ഇത് പരിശോധിക്കാതെ ഇവർ ഈ വിഗ്രഹാരാധന ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത്, വായിക്കുന്നത് പരസംഗ മോഹം അവരുടെ ഉള്ളിലുണ്ട്, മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല. അവർക്കിത് പാപമാണെന്ന് തോന്നണ്ടേ, പാപമാണെന്ന് തോന്നുന്നില്ല, കാരണം പരിശോധിക്കുന്നില്ല, കണ്ണടച്ച് അവർ ഏറ്റെടുക്കുന്നു. ഇതെല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് ഞാൻ പറയട്ടെ, അത് പാപത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, നാം ഇപ്പം നമ്മളൊക്കെ ചെയ്തു വരുന്ന ആത്മീക അനുഷ്ഠാനങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നാൽ അതിനൊരു ശരിയായ റീസൺ നമുക്ക് പറയാനുണ്ടോ? നീ എന്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ എടുക്കുന്നു, നീ എന്തുകൊണ്ട് മുഴുകൽ സ്നാനം ഏൽക്കുന്നു? പലപ്പോഴും ദുഃഖകരമെന്ന് പറയട്ടെ, വിശ്വാസികളുടെ ഉത്തരം ഞങ്ങളുടെ സഭയുടെ ചട്ടക്കൂട് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രമാണിച്ചു പോകുന്നു. അതാണോ ഉത്തരം? അതായിരിക്കണമോ ഉത്തരം? ഉത്തരം അങ്ങനെയാണെങ്കിൽ നാം ചെയ്യുന്ന ആ കാര്യങ്ങൾ കൊണ്ടൊരു അർത്ഥവുമില്ല. ഉത്തരം ശരിയല്ലെങ്കിൽ ചെയ്യുന്ന ശുശ്രൂഷ കൊണ്ട് അർത്ഥമില്ല. ഉത്തരം എന്തായിരിക്കണം? ഉത്തരം ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, ഇത് ദൈവം എന്നോട് പറഞ്ഞതാണ്, ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. നീ എന്തുകൊണ്ട് സ്നാനപ്പെടുന്നു? അത് ഞങ്ങളുടെ സഭ എങ്ങനെയാ പഠിപ്പിക്കുന്നത്, അതാണോ ഉത്തരം? അല്ലെങ്കിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് അങ്ങനെയാ, ഞങ്ങളുടെ അപ്പനും വല്യപ്പനും ഒക്കെ സ്നാനപ്പെട്ടവരാ, അതാണോ ഉത്തരം? അല്ല, അതല്ല ഉത്തരം. നീ എന്തുകൊണ്ട് ബൈബിൾ വായിക്കുന്നു? നീ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? നീ എന്തുകൊണ്ട് കർത്താവിന് കൊടുക്കുന്നു? ഉത്തരം എന്താ? ഞങ്ങൾ അങ്ങനെ ശീലിച്ചത് കൊണ്ടാണോ? അതല്ല ഉത്തരം. ഇത് എന്നോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ്, ഇത് എനിക്ക് കർത്താവ് നൽകിയ കൺവിക്ഷൻ ആണ്, ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. ആ ഉത്തരത്തിൽ മാത്രമേ അർത്ഥമുള്ളൂ, അതിൽ മാത്രമേ അംഗീകാരമുള്ളൂ. ഞാൻ എന്തുകൊണ്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു, അത് ഉപദേശം അങ്ങനെ പറഞ്ഞുകൊണ്ടാ. അതാ ഉത്തരമെങ്കിൽ അതിനർത്ഥമില്ല. അതാണ് ഉത്തരമെങ്കിൽ പലരുടെയും ഉത്തരം അങ്ങനെയാണെന്നുള്ളത് ദുഃഖകരമാണ്. നീ എന്തുകൊണ്ട് അന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്? സുവിശേഷകൻ എന്നോട് അങ്ങനെ പറഞ്ഞു ചെയ്യാൻ, ഉപദേശി എന്നോട് അങ്ങനെ പറഞ്ഞു ചെയ്യാൻ, ഞാൻ അങ്ങനെ ചെയ്തു. അതല്ല ഉത്തരം. ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചത് അത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞതുകൊണ്ടാ. പാപങ്ങൾ ഏറ്റുപറയണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ബോധ്യം തന്നതുകൊണ്ടാ. സ്നാനപ്പെടണമെന്ന് ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയതുകൊണ്ടാ. this is my conviction, not because that I follow a tradition. Let everything that we do should have a proper, base, ground, foundation. And let the foundation of all that we do, it should be the command of God, the word of God. God has commanded me to do this, therefore I do this. And I fully believe this is God's will for me, and therefore I do this. I read the Bible every day morning, not because my parents ask me to read. I pray every morning, not because my parents compel me to read, not because I am afraid that the elders in the assembly will ask me. No, I read the Bible because I believe this is God's will for me. അത് എന്നോടുള്ള തെസ്സലോനിക്കയിൽ നാം അങ്ങനെയാണല്ലോ വായിക്കുന്നത്. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അതാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അത് സത്യാരാധനയാണെങ്കിലും അത് വിഗ്രഹാരാധനയാണെങ്കിലും, വിഗ്രഹാരാധന ചെയ്യുന്നവർ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സത്യാരാധന ചെയ്യുന്നവർ പോലും അങ്ങനെ ചെയ്യാം. പാരമ്പര്യം അങ്ങനെ ആയിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. യാതൊരു അർത്ഥവുമില്ല. സഹോദരിമാരെ അർത്ഥമില്ല. നീ എന്തുകൊണ്ട് സ്നാനപ്പെട്ടു? many times children have this answer. Why did you take baptism? Because the children of my age, all the children of my age have taken baptism. Therefore, I also take baptism. No value for your baptism. God has not accepted your baptism, because that should not be your reason. You should have a personal conviction. Why do you do what you do? നീ ചെയ്യുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നു? നിനക്ക് ദൈവത്തിന്റെ കൺവിക്ഷൻ ലഭിച്ചിട്ടുണ്ടോ? നീ അന്വേഷിക്കാറുണ്ടോ? നീ ചെയ്യുന്നതിന്റെ ഒക്കെ റീസൺ എന്താണെന്ന് പരിശോധിക്കാറുണ്ടോ? കർത്തൃമേശ എന്തുകൊണ്ട് ചെയ്യണമെന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? ഓർ ഡു യു ഫോളോ ഇറ്റ് ജസ്റ്റ് ആസ് എ ട്രഡീഷൻ? ഇതൊരു ട്രഡീഷൻ, പാരമ്പര്യമായിട്ട് നീ പിൻപറ്റുകയാണോ? പരിശോധിച്ചിട്ടുണ്ടോ?
ഡു യു ഹാവ് എ കൺവിക്ഷൻ അബൌട്ട് ഇറ്റ്? നിനക്ക് ദൈവത്തിൽ നിന്നും ലഭിച്ച ഒരു ഉറച്ച വിശ്വാസമുണ്ടോ? ആ ദൈവം പറഞ്ഞതാ. God has commanded me to do this, therefore I do this. ഈ ഇസ്രായേൽ ജനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി, അവരത് ശീലിച്ചു. ഈ വിഗ്രഹാരാധന അവർ അങ്ങ് ശീലിച്ചു. കാരണം പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ഇതിന് ഉള്ള സാധ്യതയുണ്ട് സഹോദരന്മാരെ. പല കാര്യങ്ങളും ഇങ്ങനെ നാം ചെയ്യാനും സാധ്യതയുണ്ട്. പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നു, നമ്മളും ചെയ്യുന്നു. അത് മെനക്കെട്ടിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അതിന്റെ സത്യം എന്താ, വാസ്തവികത എന്താ, പല കാര്യങ്ങളും നാം അറിയാനായിട്ട് മെനക്കെടാറില്ല. ഓക്കെ, ഈ 5-ാം അധ്യായത്തിൽ നാം കണ്ടത് അവരെ തിരിച്ചു വരുവാനായിട്ട് ഇവർക്ക് സാധിക്കാത്ത ഒരു സ്റ്റേജ് വരെ എത്തി. അതായത് മുമ്പ് നാം വായിച്ചതുപോലെ 4-ാം അധ്യായത്തിൽ ശാസിക്കരുത്, തർക്കിക്കരുത് എന്നൊക്കെ ദൈവം പറയുന്നതിന്റെ ഒരു ആശയം, ആ സ്റ്റേജ് കടന്നുപോയി എന്ന് പറഞ്ഞാൽ ആ ഘട്ടം കടന്നുപോയി. ഇപ്പം ഈ ഏലിയുടെ മക്കളെ കുറിച്ച് നാം വായിക്കുന്നത് ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിൽ ഏലി അവരെ ശാസിച്ചിട്ടും അവർ അവന്റെ വാക്ക് കൂട്ടാക്കിയില്ല. 2-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്, അവർ അവന്റെ വാക്ക് കൂട്ടാക്കിയില്ല. അതിന്റെ ഒരു കാരണം കൂടെ പറഞ്ഞിട്ടുണ്ട്. യഹോവ അവരെ കൊല്ലുവാൻ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് അവർ അവന്റെ വാക്ക് കൂട്ടാക്കിയില്ല. കാരണം അവർ ആ ശാസിച്ച് ശരിയാക്കുന്ന സ്റ്റേജ് കടന്നുപോയി. അത് ഭയങ്കരമാണ്. ശാസിച്ച് ഭേദമാകുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അതായത് നാം സദൃശ്യവാക്യങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്: പ്രത്യാശ ഉള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കാം. പ്രത്യാശ ഉള്ളിടത്തോളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ശിക്ഷിച്ചിട്ട് കാര്യമില്ലെന്നല്ലേ അതിന്റെ ആശയം. ദൈവം പറയുക, ശാസിക്കരുത്, തർക്കിക്കരുത്. കാരണം അവർ തിരിച്ചു തർക്കിക്കാൻ തുടങ്ങി. തിരിച്ചു തർക്കിച്ചാൽ കൂടെ ശാസന കേട്ടിടും. അങ്ങനെ ഒരു വാക്യം ഉണ്ടല്ലോ, 29-ാം അധ്യായത്തിലാണ് സദൃശ്യവാക്യങ്ങൾ. കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം പിടിക്കുന്നവൻ അവൻ പെട്ടെന്ന് നശിച്ചു പോകും. വിതൗട്ട് റെമഡി അവൻ പെട്ടെന്ന് ഒരു റെമഡി ഇല്ലാതെ അവൻ നശിച്ചു പോകും. കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം പിടിക്കുന്നവൻ, മറുതലിക്കുന്നവൻ, മനസ്സില്ലാത്തവൻ, അവൻ പെട്ടെന്ന് നശിച്ചു പോകും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് നാം 6-ാം അധ്യായത്തിലേക്ക് വരുന്നത്. എന്നാൽ ഈ 6-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ ഇതോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിച്ചത് കടിച്ചു കീറപ്പെട്ടിരിക്കുന്ന ഒരു ജനത്തെ കുറിച്ചാണ്. അതായത് അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. കടിച്ചു കീറുന്നത് ആരാ? കടിച്ചു കീറുന്ന സിംഹമാ. അത് ഇതിന്റെ മുമ്പുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. 14-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നോക്കുക. ചാപ്റ്റർ 5 വേഴ്സ് 14. ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും യഹൂദാഗൃഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറിപ്പൊയ്ക്കളയും, ഞാൻ പിടിച്ചു കൊണ്ടുപോകും, ആരും പിടിവിക്കില്ല. ആരാ കടിച്ചു കീറിയത്? ദൈവം തന്നെ കടിച്ചു കീറി. കടിച്ചു കീറുക എന്നൊക്കെ പറയുന്നത് കഠിനമായ ശിക്ഷാവിധിയാണ്. പക്ഷേ ഈ കടിച്ചു കീറുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം ഈ അധ്യായത്തിൽ നിന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ 14-ാം വാക്യത്തിൽ ദൈവം എഫ്രൈമിൽ ഒരു സിംഹം പോലെ ആണെങ്കിൽ അതിനു മുമ്പ് സിംഹം പോലെ ആയിരുന്നില്ല. അതായത് അതിന്റെ 12-ാം വാക്യം നോക്കുക. 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, അതുകൊണ്ട് ഞാൻ എഫ്രൈമിന് പുഴുവും യഹൂദാഗൃഹത്തിന് ദ്രവത്വമായിരിക്കും. നോക്കുക, ആദ്യം സിംഹമായിരുന്നില്ല അവൻ. ആദ്യം ആരായിരുന്നു? ഞാൻ എഫ്രൈമിന് ഒരു പുഴുവായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ? എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം, ഞാൻ ആദ്യം അവനോട് ഇടപെട്ടത് വളരെ ലഘുവായിട്ടാ. മാത്രമല്ല വളരെ സാവകാശമായിട്ടാ, സാവധാനത, പതുക്കെ. പുഴു തിന്നുന്നത് എങ്ങനെയാ? പുഴു തിന്നുന്നത് പെട്ടെന്ന് അങ്ങ് തിന്നു കളയുകയല്ല. പുഴു പതുക്കെ സാവകാശമായിട്ട്, അല്ലെ, മെല്ലെയാണ് അത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അത് വളരെ കഠിനത കുറഞ്ഞ ഒരു ശിക്ഷാവധി ആയിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ എഫ്രൈമിന് ഒരു പുഴുവായിരുന്നു. അങ്ങനെയായിരുന്നു ദൈവം ആദ്യം ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആദ്യം ലഘുവായ ശിക്ഷകൾ. പിന്നീട് ദൈവം പറയുകയാണ്, ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പുഴുവായിട്ട് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ലഘുവായിട്ടുള്ള ന്യായവിധികളൊക്കെ നടത്തിയപ്പോൾ അവൻ ആ ന്യായവിധികൾ കണ്ട് മടങ്ങി വരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് സംഭവിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവനൊരു സിംഹമായിരിക്കും.
ഞാൻ അധ്യായങ്ങളെടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 15, 16, 17 അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ പ്രത്യേകിച്ച് 15 മുതൽ യൊരോബെയാം 2-ാമന്റെ മകനായ സെക്കറിയാവ് എന്ന് പറയുന്ന രാജാവ് മുതൽ ഏറ്റവും ഒടുവിൽ അവരുടെ രാജാവായി വന്നത് ഹോശിയ എന്ന് പറയുന്ന രാജാവാണ്. ഹോശിയ രാജാവിന്റെ കാലത്താണ് അശൂർ വന്ന് ഇവരെ അശൂറിലേക്ക് പിടിച്ചുകൊണ്ട് അടിമകളായി പോകുന്നത്. ഇപ്പോൾ യൊരോബെയാം 2-ാമൻ മുതൽ ഹോശിയ വരെയുള്ള രാജാക്കന്മാരുടെ ചരിത്രം 2 രാജാക്കന്മാർ 15-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പുഴു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്. സെക്കറിയാവിനെ വാൾ കൊണ്ട് കൊന്നു. അതിനുശേഷം ഈ വാൾ കൊണ്ട് കൊല്ലപ്പെട്ട രാജാക്കന്മാരുടെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. വാൾ കൊണ്ട് കൊല്ലപ്പെട്ട രാജാക്കന്മാർ ഹോശിയയുടെ കാലഘട്ടത്തിലാണ് അവനെ പിടിച്ച് അടിമയാക്കി കൊണ്ടുപോകുന്നു. മാത്രമല്ല ഈ ശമരിയയിൽ വന്നിട്ട് ജനങ്ങളെ അടിമകളാക്കി അവർ അശൂരിലേക്ക് കൊണ്ടുപോകുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഓരോ രാജാക്കന്മാരും കൊല്ലപ്പെടുന്ന ആര് മുഖാന്തരമാ? അടുത്ത അവന്റെ തൊട്ട അനിയനോ അല്ലെങ്കിൽ മകനോ അല്ലെങ്കിൽ അടുത്ത അനന്തരാവകാശിയാ അവനാ കൊല്ലുന്നത്. ഈ രാജ്യത്ത് ഇത് നടന്നുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ജനത്തിന്റെ മധ്യത്തിൽ അന്ന് നടന്ന കാര്യമാ. ഒരു നേതൃത്വം മറ്റൊരു നേതൃത്വത്തെ കുത്തി കൊലപ്പെടുത്തിയിട്ട് നേതൃത്വത്തിലേക്ക് വരികയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ആ അധ്യായങ്ങൾ വായിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സെക്കറിയാവിനെ ഒരുത്തൻ കുത്തി, അവൻ പിന്നെ രാജാവായി. അവനെ വേറൊരുത്തൻ കുത്തി, വേറൊരുത്തൻ രാജാവായി. ഇത് ദൈവജനത്തിന്റെ നടുവിൽ നടന്നുകൊണ്ടിരുന്നു. ദൈവം പറയുക, ഇത് പുഴു, ഞാൻ നിനക്ക് പുഴു പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ നടുവിൽ ഇതൊക്കെ കാണുമ്പോൾ നീ ഇത് മനസ്സിലാക്കണം. ഇത് ദൈവത്തിന്റെ കൈയാണെന്ന് നീ മനസ്സിലാക്കണം. ഞാൻ നിന്നോട് സംസാരിക്കുകയാണെന്ന് നീ മനസ്സിലാക്കണം. ഞാനിത് ചെയ്യുമ്പോൾ നീ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഞാൻ പുഴുവെന്ന പോലെ വന്നിട്ട് നീ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഞാൻ സിംഹം പോലെ നിന്റെ മേൽ വരും, ഞാൻ കടിച്ചു കീറിക്കളയും. നാം ഈ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം ഈ നമുക്ക് പഴയ നിയമത്തിൽ ഒത്തിരി ഇഷ്ടമുള്ള വാക്യങ്ങളുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നീ തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുകയില്ല, നീ വെള്ളത്തിൽ കൂടി നടന്നാൽ നീ താണുപോകുകയില്ല, ഞാൻ നിന്നോട് കൂടി ഇരിക്കും, ഞാൻ നിന്നെ വിടുവിക്കും. ആ വാക്യങ്ങളൊക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ്. അതൊക്കെ നമ്മുടെ ഭിത്തികളിലൊക്കെ നാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും പറയാൻ നമുക്ക് ഇഷ്ടമാ, നല്ലതാ, വളരെ നല്ലതാ. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. പക്ഷേ ഇങ്ങനെയുള്ള വാക്യങ്ങൾ നാം പലപ്പോഴും ശ്രദ്ധിക്കാറ് പോലും. നമ്മൾ വിചാരിക്കുന്നത് ഇത് നമുക്ക് വേണ്ടിയുള്ളതല്ല, ഇത് നമുക്ക് വേണ്ടിയുള്ളതല്ല. ഞാൻ നിന്നോട് കൂടി ഇരിക്കും, ഭയപ്പെടേണ്ട, അതൊക്കെ മാത്രമേ നമുക്ക് വേണ്ടിയുള്ളൂ. അതേ ദൈവം തന്നെയല്ലേ ഇതും പറയുന്നത്. ഞാൻ നിന്നോട് കൂടി ഉണ്ട്, നീ വെള്ളത്തിൽ കൂടി കടന്നാൽ മുങ്ങിപ്പോകുകയില്ല, അല്ലെങ്കിൽ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല എന്ന് പറഞ്ഞ അതേ ദൈവം പറയുക, ഞാൻ നിന്നെ കടിച്ചു കീറിക്കളയും. നമുക്കിത് ഇഷ്ടമല്ല കേൾക്കാൻ. നാം വിചാരിക്കുന്നത് നമ്മെക്കുറിച്ചല്ല, അത് നമ്മെക്കുറിച്ചാണെങ്കിൽ ഇതും നമ്മെക്കുറിച്ചാ. ഇയ്യോബ് പറഞ്ഞതുപോലെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നീ ഇനിയും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞിട്ട് ചത്തുകളകാന്ന് പറഞ്ഞു. അപ്പൊ ഇയ്യോബ് ഒരു സത്യം പറഞ്ഞു. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നീ നന്മ മാത്രം വാങ്ങിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണോ? തിന്മ വാങ്ങിക്കണ്ടേ? തിന്മയും തരുന്ന ആ കൈകൾ തന്നെയല്ലേ. നന്മ ഏത് കൈകൊണ്ട് കിട്ടിയോ അതേ കൈകൊണ്ട് തന്നെയല്ലേ തിന്മ ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ തരുന്ന ആൾ ഒന്ന് തന്നെയല്ലേ, തരുന്ന കൈയും ഒന്ന് തന്നെയല്ലേ. തരുന്നത് 2 കാര്യങ്ങളാണെന്നല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ വാഗ്ദത്തം തരുന്ന അതേ ദൈവം തന്നെയാണ് മുന്നറിയിപ്പ് തരുന്നത്, അപകട സൂചന തരുന്നത്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, മനം തിരിഞ്ഞില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. അതാണ് ഇവിടുത്തെ ആശയം. ആദ്യം ഞാൻ പുഴു പോലെ ആയിരിക്കും, ദ്രവത്വം പോലെ ആയിരിക്കും. നീ മനം തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള ബന്ധത്തിൽ സിംഹം പോലെ ആയിരിക്കും, ഞാൻ കടിച്ചു കീറിക്കളയും. ദയയില്ലാതെ, ദാക്ഷണ്യമില്ലാതെ ഞാൻ നിന്നോട് ഇടപെടും. സഹോദരന്മാരെ, ഈ ചില ദൈവമക്കൾ പറയാറുള്ള, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലരുടെ അനുഭവം അങ്ങനെ ആയിരിക്കാം. ചിലർ പറയാറുള്ളത്, ഞങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അല്പം മാറിയാൽ അന്നേരം ദൈവം അടിക്കും, അന്നേരം ദൈവം പിടിക്കും. എന്തെങ്കിലുമൊക്കെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ട്
ഞങ്ങളോട് ദൈവം പറയും, നീ ഇങ്ങനെ ചെയ്തതുകൊണ്ടാന്ന് പറയും. അങ്ങനെ പറയുന്ന വിശ്വാസികളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വൈകുന്നേരം ഈ കൂട്ടായ്മയിൽ കൂടിയിരിക്കുന്ന എല്ലാവരും അങ്ങനെ പറയുന്നവരായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ, ഒരു ചെറിയ തെറ്റ് ചെയ്താൽ ദൈവം അന്നേരം എന്നെ പിടിക്കും, അന്നേരം എന്നെ അടിക്കും. സഹോദര സഹോദരി, നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. അതൊരു വലിയ അനുഗ്രഹമാണ്. വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെറ്റുമ്പോൾ, ഒരു അരുതാത്ത കാര്യം ചെയ്തു കഴിയുമ്പോൾ, ഒരു അരുതാത്ത കാര്യം ചിന്തിച്ചു കഴിയുമ്പോൾ, ഒരു അരുതാത്ത കാര്യം നോക്കിക്കഴിയുമ്പോൾ ഉടൻ തന്നെ ദൈവത്തിന്റെ അപ്രസന്നതയുടെ സൈൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാ. നാം എല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ അതിനൊരു മറുവശമുണ്ട്. വർഷങ്ങളായി പാപത്തിൽ തുടർന്നിട്ടും, വർഷങ്ങളായി വഷളത്വത്തിൽ ജീവിച്ചിട്ടും, വർഷങ്ങളായി എന്തെല്ലാം മ്ലേച്ഛതകളാണ് ഇപ്പോൾ നടക്കുന്നത്, നമുക്ക് പേര് പറയാൻ പോലും പറ്റാത്ത മ്ലേച്ഛതകൾ. ഇതെല്ലാം വർഷങ്ങളായിട്ട് ചെയ്തിട്ടും യാതൊരു അടിയും കിട്ടാത്തവരായിട്ടുള്ളവർ നമ്മുടെ മധ്യത്തിലില്ലേ? അവർക്ക് അയ്യോ കഷ്ടം. അവർ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടവരായിരിക്കുകയല്ല. എബ്രാലേഖനത്തിൽ ലേഖനകർത്താവ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ പറയുന്നത്, ദൈവം സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ലെങ്കിൽ നിങ്ങൾ മക്കളല്ല. ഇതൊരു വലിയ സത്യമല്ലേ? ഇതൊരു വലിയ സത്യമല്ലേ? ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമായത്. ഏത്? ഈ പാപബോധമുളവാകുന്ന ഒരു മനസ്സ്. എത്രയോ വർഷങ്ങളായി പരദൂഷണം പറയുന്ന ദൈവമക്കൾ, പരദൂഷണം മാത്രം പറയുന്ന ദൈവമക്കൾ, എത്രയോ വർഷങ്ങളായി മറ്റുള്ളവരുടെ വീഴ്ചകളെ പ്രസിദ്ധീകരിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഴ്ചകളെ പബ്ലിഷ് ചെയ്യുന്ന, പ്രചരിപ്പിക്കുന്ന ദൈവമക്കൾ, അവർക്കൊരു പ്രശ്നവുമില്ല. അവർ അതിൽ സന്തോഷിക്കുന്നു. എവിടെ പ്രശ്നം? അതൊരു ശരിയായ സിംറ്റം അല്ല, നല്ല ലക്ഷണമല്ല. അത് നല്ല ലക്ഷണമല്ല. ഈ ജനത്തിനൊരു പ്രശ്നമുണ്ടായി. ദൈവം ഈ പുഴുവെന്ന രീതിയിൽ ഇടപെട്ടപ്പോൾ ഈ 13-ാം വാക്യത്തിൽ, അതായത് 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, എഫ്രൈം തന്റെ വ്യാധിയും യഹൂദ തന്റെ മുറിവും കണ്ടപ്പോൾ എഫ്രൈം അശൂരിൽ ചെന്ന് യുദ്ധതൽപരനായ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറുപ്പിക്കുവാനും അവന് കഴിഞ്ഞില്ല. എഫ്രൈം തന്റെ വ്യാധി കണ്ടു. എഫ്രൈം വ്യാധി കണ്ടു. അപ്പോൾ അവനൊരു പരിഹാരം കണ്ടുപിടിച്ചു. എന്താ പരിഹാരം? രാജാവിന്റെ അടുക്കൽ ചെന്നു. ഏത് രാജാവിന്റെ? അശൂർ രാജാവിന്റെ അടുക്കൽ ചെന്നു. അശൂർ രാജാവിന്റെ അടുക്കൽ. അവനിപ്പോൾ എന്ന പ്രശ്നം? അവന്റെ പ്രശ്നം അവന്റെ വ്യാധിയാ. അവന്റെ പ്രശ്നം എന്തുകൊണ്ട് ആ വ്യാധി വന്നെന്നുള്ളതല്ല. അവന്റെ പ്രശ്നം അവന്റെ വ്യാധിയാ. അവന്റെ വ്യാധിക്ക് കാരണമായി തീർന്ന പാപമല്ല അവന്റെ വിഷയം. അവന്റെ പ്രശ്നം എന്താ? അവന്റെ കൺസേൺ എന്താ? ഹിസ് കൺസേൺ ഈസ് മോർ അബൌട്ട് ഹിസ് സിക്നസ് ദാൻ ദ സിൻ വിച്ച് വാസ് ദ റീസൺ ഓഫ് ഹിസ് സിക്നസ്. അതെല്ലാ കാലത്തും അങ്ങനെയല്ലേ? നമ്മുടെ ഇന്നത്തെ പ്രശ്നം എന്താ? നമ്മുടെ ഇന്നത്തെ പ്രശ്നം ഒരു വാക്സിൻ കണ്ടുപിടിക്കണം. ഒരു വാക്സിൻ കണ്ടുപിടിച്ചാൽ നമ്മുടെ പ്രയാസം തീർന്നു. നമ്മൾ ഒത്തിരി പേര് വാക്സിൻ കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുക. ഈ ഫറവോൻ വാസ്തവത്തിൽ അതാ ആഗ്രഹിച്ചത്. ഫറവോൻ ഈ കൊറോണ മാറി കിട്ടിയാൽ മതി, വാക്സിൻ കണ്ടുപിടിച്ചാൽ പിന്നെ പ്രശ്നം എല്ലാം കഴിഞ്ഞു. ഇത് ഫറവോന്റെ ചിന്താഗതിയായിരുന്നു. നാം എന്താ ആഗ്രഹിക്കുന്നത്? നമുക്ക് എന്താ നഷ്ടപ്പെട്ടത്? നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവപ്രസാദമാണോ? നമുക്ക് നഷ്ടപ്പെട്ടത് ഞായറാഴ്ചത്തെ കൂടിവരവാണോ? നാം ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് പഴയ പോലെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യണം, പഴയ പോലെ. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവത്തിന്റെ പ്രസന്നത നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ പ്രസാദം നഷ്ടപ്പെട്ടു. സഹോദരന്മാരെ, സഹോദരിമാരെ,
ഭയങ്കരമായ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. നാം മുമ്പേ പ്രാർത്ഥനയിലൊക്കെ ഓർത്ത ഒരു കാര്യമാണ്. ഭയങ്കരമായ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുന്നത്. ഈ ഭയങ്കരമായ ദിവസങ്ങൾ ഉള്ളത് ഒത്തിരി പേര് മരിക്കുന്നത് കൊണ്ടല്ല. എല്ലാവരും മരിക്കണമല്ലോ, മരിച്ചല്ലേ പറ്റുള്ളൂ. പക്ഷേ ഭയങ്കരമായ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സഭാചരിത്രത്തിൽ ഇത്രയധികം നാളുകൾ സഭാഹൂറുകൾ പൂട്ടിക്കിടന്ന് ദൈവജനത്തിൽ ഒരുമിച്ച് കൂടി വരാൻ സാധിക്കാതെ കർത്തൃമേശയിൽ നിന്നും ദൂരെ മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത് ഭയങ്കരമായ ദിവസങ്ങളാണ്. ഈ ഭയങ്കരമായ ദിവസങ്ങളിലൂടെ കടന്നു പോയിട്ടും അല്പം പോലും ഇതിന്റെ ഭയങ്കരത്വം ഏശാതെ ജീവിക്കുന്ന ദൈവമക്കൾ ഉണ്ടെന്നുള്ളത് ദുഃഖകരമല്ലേ? ഈ ഭയങ്കരത്വം അല്പം പോലും ഏശാതെ ജീവിക്കുന്ന ദൈവമക്കൾ, അതിശയമാണ്. ഈ ഭയങ്കരമായ ദിവസങ്ങളിലൂടെ കടന്നുപോയിട്ടും പിന്നെയും കുശുമ്പും കുന്നായ്മയും, പിന്നെയും പരദൂഷണം എന്ന് പറഞ്ഞാൽ നാം അല്പം പോലും മുറിപ്പെട്ടിട്ടില്ല, വേദന തോന്നുന്നില്ല. ദൈവം പറഞ്ഞു, നീ മനം തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ വാളിന് മുറിച്ചു കൂട്ടും. ഈ ദൈവത്തിന്റെ ഇടപാടൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏലിയാവ് ഈ ആഹാബിന്റെ അടുക്കിൽ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് തന്റെ ആഹാബിനോട് പറഞ്ഞത് മഴ പെയ്യുമെന്നാ പറഞ്ഞത്. നമുക്കറിയാം, മലയിൽ യാഗങ്ങളെല്ലാം അവിടെ ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നീട് നടക്കുന്ന കാര്യമാണ്. ഏലിയാവ് ചെന്ന് ദാസനോട് ചോദിക്കാം, നീ വെളിയിൽ ഇറങ്ങി നോക്ക്, മഴക്കോളുണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പൊ ദാസൻ പറഞ്ഞു, ആദ്യം വന്നിട്ട് പറഞ്ഞു ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ പോയി നോക്കാൻ പറഞ്ഞു. പിന്നെ പോയി നോക്കിയപ്പോൾ പറഞ്ഞു, ഒരു മേഘം പൊങ്ങി വരുന്നുണ്ട്, പക്ഷെ അത് മനുഷ്യന്റെ ഒരു കൈപ്പത്തി പോലെ, അല്ലെ കൈ പോലെ, ഒരു കൈപ്പത്തി പോലെ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാ എന്താ സംഭവിച്ചു, ഈ മനുഷ്യന്റെ കൈപ്പത്തി പോലെ ഇരുന്ന മേഘമാണ് അല്പസമയം കൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. ദൈവത്തിന് ഇത് ചെയ്യാൻ സാധിക്കും. ദൈവം എന്നും ചെയ്യും. മനുഷ്യന്റെ കൈപ്പത്തി പോലെ തുടങ്ങിയതാ, കുറച്ചു കഴിഞ്ഞപ്പോൾ നിറഞ്ഞു കഴിഞ്ഞു. അത് ദൈവത്തിന്റെ ഇവിടെ ഈ 14-ാം വാക്യത്തിൽ മലയാളത്തിൽ 3 പ്രാവശ്യം ഞാൻ എന്നുള്ള വാക്ക് വരുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ സമയമായി. 14-ാം വാക്യത്തിൽ ഞാൻ എന്നുള്ള വാക്ക് 4 പ്രാവശ്യം വരുന്നുണ്ട്. 3 പ്രാവശ്യം വരുന്നുണ്ട്. ഇംഗ്ലീഷ് പരിഭാഷ വായിച്ചാൽ 4 പ്രാവശ്യം ഞാൻ എന്നുള്ള വാക്ക് വരുന്നുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും ഇത് യഹൂദാഗ്രഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറിപ്പോയി കളയും. ഞാൻ പിടിച്ചുകൊണ്ട് പോകും, ആരും പിടിപ്പിക്കുകയില്ല. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ അത് രണ്ടാമത് ഞാൻ എന്നുള്ളിടത്ത്, ഞാൻ തന്നെ എന്നുള്ളിടത്ത് ഞാൻ തന്നെ കടിച്ചു കീറിപ്പോയി കളയും. ഞാൻ തന്നെ കടിച്ചു കീറിപ്പോയി കളയും എന്ന് പറഞ്ഞാൽ 4 പ്രാവശ്യം ദൈവം പറയാ ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് ഞാനാ ചെയ്യുന്നത് കേട്ടോ, ഞാനാ. വേറെ ഒന്നിന്റെ മേൽ നിങ്ങൾ ഇത് ഇട്ടുകൊടുക്കണ്ട. ഇതിന്റെ ഉത്തരവാദിത്വം എന്റേതാണ്. ഐ ക്ലെയിം ദ റെസ്പോൺസിബിലിറ്റി. ഞാൻ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഇത് ഞാനാ ചെയ്തത്, ഇത് എന്റെ കൈയാണ്. അത് നീ മനസ്സിലാക്കണം. ഇത് പ്രകൃതി ക്ഷോഭമാണെന്നോ എന്താ പറയുന്നത്, ഇതൊരു സ്വാഭാവിക പ്രതിഭാസമൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് തള്ളിക്കളയാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊരു സ്വാഭാവിക പ്രതിഭാസം, എല്ലാ 100 വർഷങ്ങൾ കഴിയുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് ഞാൻ തന്നെ, ഇതെന്റെ കൈയാണ്. ഇത് മനസ്സിലായി കഴിയുമ്പോഴാണ് പിന്നീട് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വരുവിൻ നാം യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക എന്ന് വേണം വായിക്കാൻ. കം ലെറ്റ് us റിട്ടേൺ ടു ദ ലോർഡ്. നാം യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. ഇത് ദൈവത്തിന്റെ വലിയൊരു സ്വഭാവമാണ്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആർദ്രത. അവൻ കടിച്ചു കീറിയ എന്തിനു വേണ്ടിയാ? കടിച്ചു കീറിയ നശിപ്പിക്കാൻ വേണ്ടിയല്ല, ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. അവൻ കടിച്ചു കീറിയത് വേദന എടുക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് മടങ്ങി വരണം. അവന്റെ ആഗ്രഹം അതാ. അവൻ അടിക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ല, അവൻ അടിക്കുന്നത് മടങ്ങി വരാൻ വേണ്ടിയാ. നിങ്ങൾ മടങ്ങി വരണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 5-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് അതിന്റെ 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം
ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നു. എപ്പോഴാ ഞാൻ പോകുന്നത്? ഞാൻ അതായത് 2 പ്രാവശ്യമാ ഈ കടിച്ചു കയറിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. കടിച്ചു കയറി 14-ാം വാക്യത്തിൽ കടിച്ചു കയറി പൊയ്ക്കളയും, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. കടിച്ചു കയറി പൊയ്ക്കളയും. I will go away when, ഞാൻ കടിച്ചു കീറിയിട്ട് ഞാൻ പോകും. പിന്നെ 15-ാം വാക്യത്തിൽ ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷകളാണ്. നമുക്ക് മനസ്സിലാകും ദൈവം എങ്ങോട്ടാ പോകും. ദൈവം സർവ്വവ്യാപിയല്ലേ. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സാന്നിധ്യത്തെ മറയ്ക്കും. ഞാൻ പോകുന്നത്, നിന്റെ ഏറ്റവും വലിയ കലാമിറ്റി എന്ന് പറയുന്നത്, if God is absent, that will be the greatest calamity of man, greatest misery of man. ദൈവത്തിന്റെ അസാന്നിധ്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തം. ഗോഡ് ഈസ് ആബ്സെന്റ്. ക്രൂസിലേക്ക് നോക്കിയാൽ അത് കാണാനായിട്ട് സാധിക്കും. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറക്കെ നിലവിളിച്ച ഒരു സന്ദർഭം നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. And that was the most severe pain the Lord Jesus undertook on the cross. He was deserted by God. ദൈവത്താൽ കൈവിടപ്പെട്ടു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വേദന എന്താ? What is the most severe? The most severe pain of a man is not physical pain. It is going to be the pain of hell. Because in hell, he is going to be separated from God totally, 100%. അതാ the most severe pain. ഒരു വിശ്വാസി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകാറില്ല. പക്ഷെ ഉണ്ടാകില്ല. നാം ആരും എന്നേക്കുമായിട്ട് ദൈവത്താൽ കൈവിടപ്പെട്ടു പോകുകയില്ല വിശ്വാസിയാണെങ്കിൽ, നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ദൈവം തന്നെ മുഖത്തെ മറയ്ക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലാ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വാല്യൂ നാം മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ഇസ്രായേലിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്. ഞാൻ അങ്ങനെ പോയി എന്റെ സ്ഥലത്തിരിക്കുമ്പോൾ അവർ അവരുടെ കുറ്റം ഏറ്റുപറഞ്ഞ് മടങ്ങി വരും. അതാ ദൈവത്തിന്റെ ആഗ്രഹം. സഹോദരന്മാരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആഗ്രഹം അതാ, കുറ്റമേറ്റു പറഞ്ഞ് മടങ്ങി വരിക. കം ലെറ്റ് us return to the Lord. നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകാം. ഇന്ന് രാത്രി നാം ആരെയും കുറ്റം വിധിക്കണ്ട, നാം ആരുടെയും മുഖത്തേക്ക് നോക്കണ്ട. കാരണം നാം അവന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവിടെ മറ്റാരുമല്ല, നാം ഇൻഡിവിജ്വലി നിൽക്കാൻ പോവുകയാണ്. We all are going to stand, each one of us are going to stand before him individually. അവിടെ നമുക്ക് വേണ്ടി പറയാനോ നമുക്ക് കുറ്റം ആരോപിക്കാനോ ആരും ഉണ്ടായിരിക്കില്ല. നാം എല്ലാവരും ഓരോരുത്തൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഓരോരുത്തൻ അവന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ആരെയും നോക്കണ്ട, ആരെയും പഴിചാരണ്ട, ആരെയും കുറ്റം പറയണ്ട. നമുക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കാം. കം ലെറ്റ് us return to the Lord. ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും കർത്താവിനെ സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ, ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ശരീരത്തിന്റെ വേദനയല്ല, മനസ്സിന്റെ വേദനയുമല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് നരകത്തിന്റെ വേദനയാണ്. The pain in the hell is the most severe pain of a human being. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നത് മരണശേഷമാണ്. യേശുക്രിസ്തു അത് മരണശേഷമല്ല അനുഭവിച്ചത്, യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തന്നെ അത് അനുഭവിച്ചു. എന്നാൽ ഒരു പാപി മരിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ കഷ്ടത അതാണ്. എന്നാൽ നാം ആരും അവിടെ പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് he became our substitute on the cross and he underwent that pain, the most severe pain he underwent on the cross. അവൻ ക്രൂശിന്മേൽ അനുഭവിച്ചത് ആ വേദനയാണ്. ദൈവത്താൽ കൈവിടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് ഞാനും നിങ്ങളും ഒരു കാലത്തും അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കാൻ പോകുന്നുമില്ല. നാം എല്ലാവരും ഒരുപക്ഷെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാ. നാം ഒരിക്കലും ദൈവത്താൽ കൈവിടപ്പെടുന്നതിന്റെ വേദന അനുഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ യേശുക്രിസ്തു അത് അനുഭവിച്ചു നമുക്ക് വേണ്ടി.
അവൻ കൈവിടപ്പെട്ടു, ക്രൂസിന്മേൽ കൈവിടപ്പെട്ടു. ഹി ബിക്കേം മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ട്രസ്റ്റ് ഇൻ ദ ഇന്നസെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. എനിക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന നിഷ്കളങ്കനായ ആ പകരക്കാരന്റെ മേൽ ആശ്രയിക്കുക, അവനെ വിശ്വസിക്കുക, അവനെ ഉൾക്കൊള്ളുക. കർത്താവെ, എനിക്ക് പകരക്കാരനായി അങ്ങ് എന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്റെ ദണ്ഡം അങ്ങ് അനുഭവിച്ചു, എന്റെ ദണ്ഡനം അങ്ങ് അനുഭവിച്ചു, എന്റെ ശിക്ഷ അവിടെ നിന്ന് അനുഭവിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. ക്രൂശിൽ അങ്ങ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് എന്റെ രക്ഷകനായി, എന്റെ ജീവിതത്തിന്റെ നിയന്ത്രിതാവായി ഞാൻ അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ. ഇഫ് യു റിസീവ് ഹിം, if you confess him, if you accept him as your Lord and Redeemer, he will come into you and you will be eternally delivered from that most severe pain a sinner has to undergo in hell eternally. ഇന്ന് രാത്രി ആ അനുഭവം ഉണ്ടാകുവാൻ, അങ്ങനെ ഇതുവരെ അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാത്തവർക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ ആലോചനകൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിനും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനും കാരണമായിട്ട് തീരട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.